നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാര്യവട്ടം ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത്, ബിൻസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനമാണ്. ഇടിമുറിയിൽ കൊണ്ടുപോയി SFI മർദ്ദിച്ചു, ബെൽറ്റ് കൊണ്ട് മുഖത്തടിച്ചു. വെള്ളം അവശനായി കിടന്നപ്പോൾ ദാഹിച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ തുപ്പിയിട്ട വെള്ളം ആ ചെറുപ്പക്കാരനെ കൊണ്ട് കുടിപ്പിക്കുന്നു, ആ വിദ്യാർത്ഥിയെ കൊണ്ട്. നമ്മൾ റാഗിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയതേ ഉള്ളൂ. കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിന്റെ ക്രൂര വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഒരു ചർച്ച നടത്തിയതാണ്. അന്ന് സിദ്ധാർത്ഥൻ വിഷയവുമായി ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ ഒരുപാട് നീണ്ട ഒരു ചർച്ച, ദീർഘമായ ചർച്ചയാണ് നടത്തിയത്. ഇനിയെങ്കിലും അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് കാര്യവട്ടം ക്യാമ്പസിൽ SFIയുടെ അതിക്രൂരമായ മർദ്ദനത്തിന് ഒരു കുട്ടി ഇരയായതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നതും ഇപ്പോൾ അതിന്റെ മാതാപിതാക്കൾ പരാതി കൊടുത്തിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചു വരുന്നത് ഈ SFI വിദ്യാർത്ഥി സംഘടന എന്നാണ് അതിനെ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, സർവകലാശാലകളിൽ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാടുന്ന CPMന്റെ യുവജന സംഘടന. ഈ SFI ആണ് ഇന്നിപ്പോൾ കലാലയത്തിലെ ഏറ്റവും വലിയ വിഷവിത്തായി മാറിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുക, പെൺകുട്ടികളെ ലൈംഗിക അതിക്രമം അവർക്ക് നേരെ അഴിച്ചുവിടുക, ഇത്തരത്തിൽ ഈ സംഘടനയെ നിരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ ഒരു കൂട്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ SFI പോലെയുള്ള ഈ സംഘടനകളെ, ഇത്രത്തോളം ക്രിമിനലുകൾ ഉള്ള ഒരു സംഘടനയെ സർവകലാശാലകളിൽ ഇനി വെച്ചുപൊറുപ്പിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു മുറവിളി ഒരു വശത്തുകൂടി ഉയർന്നിട്ടുണ്ട്. ശരിക്കും ഇത് വിദ്യാർത്ഥി സംഘടന എന്ന് നമുക്ക് ഇനി SFIയെ പറയേണ്ടതുണ്ടോ? ഇത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് SFI എന്നാണ് പറയുന്നത്. പക്ഷെ SFIയുടെ ഒരു കിരാത ഭരണം എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു വളരെ മോശമായ പെരുമാറ്റം, ഇത്രയും രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തുടങ്ങുക എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച്, ഈ ബിൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെയാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഫെബ്രുവരി 28, കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി 18, 28നല്ല ഫെബ്രുവരി 18നാണ് സിദ്ധാർത്ഥൻ കോളേജ് ഹോസ്റ്റലിൽ മരണപ്പെടുന്നത്. കൃത്യം ഒരു വർഷമായിരിക്കുകയാണ് ഇപ്പോഴ്. ഈ അന്ന് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പം ഈ കാര്യം വന്നപ്പോഴും വീണ്ടും അതിനുശേഷം 2 റാഗിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കോട്ടയത്ത് വന്നു, ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ നമ്മൾ അന്ന് നടന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിയെ കൊന്നിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. കാരണം അന്ന് മരണപ്പെട്ടു. 17 വിദ്യാർത്ഥികളെ സർവകലാശാലയിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് നീക്കി. അപ്പോഴും നോക്കണം, 3 വർഷത്തേക്കേ നീക്കിയിട്ടുള്ളൂ. സിദ്ധാർത്ഥൻ മരിച്ചുപോയി. ആ കുട്ടിയെ കൊന്ന 17 പേരെ 3 വർഷത്തേക്ക് കോളേജിൽ നിന്ന് മാറ്റി. അവിടുത്തെ VCയെ മാറ്റി. കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവിടെ ഒരു കാര്യം കൂടി പറയണം, അന്ന് ഗവർണറായിട്ടിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് കൊണ്ടാണ് അത്രയെങ്കിലും നടന്നത്. എന്നിട്ട് അന്വേഷണത്തിന് ജസ്റ്റിസ് ഹരീന്ദ്രനാഥിനെയാണ് നിയോഗിച്ചത്. ഇതെല്ലാം നടന്നത് ഈ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് ഇടപെട്ടിട്ടാണ്. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു? കോളേജിൽ നിന്ന് പുറത്തിറക്കപ്പെട്ട കുട്ടികളെ വീണ്ടും പരീക്ഷ എഴുതാൻ ഹൈക്കോടതി ഉത്തരവ് വന്നു. ഈ കോടതി ഉത്തരവിനെതിരെ സർവകലാശാല അപ്പീൽ നൽകാൻ തയ്യാറായില്ല. പക്ഷെ പിന്നീട് അതിനുശേഷം സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ തന്നെ ഇടപെട്ടിട്ടാണ് ഹൈക്കോടതി ഉത്തരവ് അപ്പീൽ നേടിയെടുക്കുന്നതും സ്റ്റേ ചെയ്തതും. അതിനുശേഷം പക്ഷെ ആ കുട്ടികൾക്ക് എന്തായാലും വിദ്യാർത്ഥികളാണെന്ന് പറയാൻ പറ്റില്ല, ആ കിരാതന്മാർക്ക് വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവിടെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ ബലത്തിൽ വളരെ അവിടെ പഠനം തുടങ്ങുമായിരുന്നു. അവിടെയാണ് ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ നടത്തിയ നിയമ പോരാട്ടം നമ്മൾ കാണുന്നത്. ഇപ്പോഴും അവര് കോടതി കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടിയെ, ഈ സിദ്ധാർത്ഥിനെ 100ഓളം വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് വിവസ്ത്രനാക്കി നിർത്തി വെള്ളം പോലും കുടിക്കാൻ നൽകാതെ 3 ദിവസം പീഡിപ്പിച്ചു. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയ കുട്ടിയെ തിരിച്ചു വിളിക്കുക ചെയ്തത്. ദേഹത്താകെ 19 ഗുരുതര മുറിവുകൾ, അതല്ലാതെ ദേഹം മുഴുവനും മുറിവുകളുണ്ട്, അതുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത, സിദ്ധാർത്ഥന്റെ വയറ്റില് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത്, നിനക്കൊക്കെ ഒരു തുള്ളി വെള്ളം അവന് കൊടുത്തുകൂടായിരുന്നു, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൂടായിരുന്നു. എന്റെ കുഞ്ഞിനും എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്. അവര് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വർഷങ്ങളായിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നിനക്കൊക്കെ ഒരു തുള്ളി വെള്ളം കൊടുത്തുകൂടായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് കേരള മനസാക്ഷിയോടുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊന്നും ആലോചിക്കാൻ പോലും, നമ്മുടെ മക്കൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ 3 ദിവസം ക്രൂരമായി പീഡിപ്പിക്കുക.
എന്നിട്ടും ആ പീഡിപ്പിച്ച ആൾക്കാര് ഒരു പ്രശ്നവും ഇല്ലാതെ ആ വീട്ടുകാർ ഇപ്പോഴും അല്ല, ഞാൻ ഇപ്പോൾ ഈ കാര്യവട്ടത്ത് നടന്നിരിക്കുന്ന ഈ സംഭവം, അതിനു മുൻപ് നടന്ന കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ സംഭവം, ഇതിലൊക്കെ ഈ SFIക്ക് ഒരു ഭയമില്ല. തങ്ങളെ രക്ഷിക്കാൻ ഈ ഭരണത്തിലുള്ളവരുണ്ട്, ഈ പാർട്ടി ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം ഇവരെ തന്നെയാണ്. ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കുന്ന ആൾക്കാർ ഒരു കുഴപ്പം കൂടാതെ ഈ ലോകത്ത് വിലസെത്തുന്ന ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവരിപ്പോഴും വിലസുന്നത്. ആ ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ആ ഒരു ഭരണ നീതി, അതുമല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ നീതി വ്യവസ്ഥ, ഇത് തന്നെയാണ് ഈ റാഗിങ്ങുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം ഒരാളെ കൊന്നാൽ പോലും അതിന് ശിക്ഷയില്ല. അപ്പൊ നമ്മുടെ നാട്ടില് വന്യമൃഗങ്ങളല്ല, പാവപ്പെട്ട കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെയോ കുരങ്ങിനെയോ വെടിവെച്ചാൽ അത് ക്രിമിനൽ കുറ്റമാണ്, ജയിലെണ്ണേണ്ടി വരും. ഇതിന് ഒരാളൂരിനും ഇവർക്ക് വേണ്ടി വാദിക്കാൻ വരില്ല. പക്ഷെ ഒരു മനുഷ്യക്കുട്ടിയെ കൊന്നാൽ ഒന്നും സംഭവിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അവസ്ഥ. ഇപ്പൊ കേരളത്തിന്റെ എത്തി നിൽക്കുന്ന ഒരു ദുരവസ്ഥ അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ക്രൂരതകൾ വീണ്ടും വീണ്ടും വരുന്നത്. അപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സഹായമുണ്ടെങ്കിൽ ഏത് മനുഷ്യനെയും കൊന്നു കളഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല, പാർട്ടി നോക്കിക്കോളും എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ അടുത്തിടെ കണ്ട ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഒരാളെ അടിച്ചു കഴിഞ്ഞു, ഇങ്ങനെ പോസ്റ്റ് ഒട്ടിച്ചതിന്റെ പേരില് വഴക്കുണ്ടായിട്ട് ഒരാളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനാ ചെയ്തത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാട്ടിച്ചു വെച്ചപ്പോ അത് പാർട്ടി നോക്കിക്കോളും എന്നാണ് ഉത്തരം പറയുന്നത്. അപ്പോ ആ ഒരു പാർട്ടി അതിനു വേണ്ടിയാണോ? പാർട്ടിക്ക് പോലും അപമാനമല്ലേ അത്? പാർട്ടിയിലും നല്ല നേതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു പാർട്ടി തന്നെയല്ലേ ആയിരുന്നില്ലേ അത്? അപ്പോൾ അല്ല, ഈ പാർട്ടി എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ SFI, DYFI പോലുള്ള സംഘടനകളെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ്. കൊല്ലാനും ചാകാനുമുള്ള കുറെ എണ്ണത്തിനെ വാർത്തെടുത്താണ് ഈ ഒരു സംഘടന ഇപ്പോൾ. അല്ല, ഇന്നത്തെ അവസ്ഥയിൽ ഈ വിദ്യാർത്ഥി എനിക്ക് ഈ SFI വിദ്യാർത്ഥി സംഘടന എന്ന് പറയാനേ സാധിക്കില്ല. കാരണം എത്രത്തോളം ക്രൂരമായ പ്രവർത്തികളാണ് ഈ SFIയുടെ ഭാഗത്ത് നിന്ന് സർവകലാശാലകളിൽ ഓരോ കുട്ടികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ SFIയുടെ കാര്യം മാത്രമല്ല, KSU മോശമാണോ, ABVP മോശമാണോ, ഈ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പേരുള്ള ഈ സംഘങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് അവരുടെ രാഷ്ട്രീയത്തിന്റെ അഹങ്കാരമാണ്. അതെ, എല്ലാം പാർട്ടി നോക്കിക്കോളും, ആരെ കൊന്നാലും കുഴപ്പമില്ല, ഈ തോന്നലാണ് പ്രശ്നം. കാര്യവട്ടത്ത് പോലും SFIയുടെ അഹങ്കാരം, ഇവിടെ മറ്റൊരു വിദ്യാർത്ഥി സംഘടന വേണ്ട, ഞങ്ങൾ മതി എന്നാണ് അവരുടെ. അത്രത്തോളം ഒരു അഹങ്കാരമാണ് ഇവർ കാണിക്കുന്നത്. മാത്രമല്ല, ഈ ഹോസ്റ്റലുകളിൽ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥികളൊക്കെയാണ് ഈ SFIയുടെ ആൾക്കാരൊക്കെയാണ്, പഠിച്ചിറങ്ങിപ്പോയവരാണ്. അവരൊക്കെ വന്നാണ് ഈ ഹോസ്റ്റലിൽ കിടക്കുന്നത്. ഇതിനൊക്കെ ഒരു നടപടി എടുക്കാൻ എന്തുകൊണ്ട് ഈ കോളേജ് അധികൃതർ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസ് നടപടി എടുക്കാതെ? ഇപ്പൊ കാര്യവട്ടത്തെ SFIയുടെ യൂണിറ്റ് ഓഫീസിലാണ് കൊണ്ടുപോയിട്ട് അവരുടെ റൂമിൽ കൊണ്ടു നിർത്തിയിട്ട് ഈ കുട്ടിയെ 15 മിനിറ്റോളം മുട്ടുകാലിൽ നിർത്തി. 7 or 8 പേര് ചേർന്ന് 1 മണിക്കൂറോളം ബെൽറ്റ് കൊണ്ട് അടിച്ചു. എന്നിട്ട് തളർന്നപ്പോഴാണ് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് തുപ്പിയിട്ടുള്ള വെള്ളം കൊടുത്തത്. അത് കുടിക്കാൻ വിസമ്മതിക്കുമ്പോഴാണ് വീണ്ടും മുഖത്ത് അടിക്കുന്നത്. അപ്പോ ഇതൊക്കെ കോളേജ് റാഗിംഗ് ആണോ? ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുക. കോളേജിലേക്ക് പുസ്തകവും പേനയൊന്നുമല്ല ഇപ്പൊ കൊണ്ടുവരുന്നത്, ഹോക്കി സ്റ്റിക്കും ക്രിക്കറ്റ് സ്റ്റമ്പും കത്തിയും എല്ലാമാണ് കൊണ്ടുവരുന്നത്. അപ്പോ ഒരു സ്കൂളിലേക്ക് കുട്ടികളെ മൊബൈല് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ദൂഷ്യവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പലപ്പോഴും കുട്ടികള്, പ്രത്യേകിച്ച് പെൺകുട്ടികള്, മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറയാനായിരിക്കാം. അത് ഏറ്റവും വലിയ തെറ്റായി കാണുന്ന സ്കൂൾ അധികൃതരുള്ള കേരളമാണിത്. പക്ഷെ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ കത്തിയോ ഹോക്കി സ്റ്റിക്കോ എന്ത് കൊണ്ടുവന്നാലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതി. ഈ വിഷയത്തിൽ, ഈ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകണം. എന്റെ ഒരു അഭിപ്രായത്തിൽ കോടതി നേരിട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല, ഗവർണർ ഇടപെടണം. ഗവർണർ ഇവിടെ കേരളത്തിലെ പ്രശ്നം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞ അതേ വാക്ക് തന്നെ. നീതിന്യായ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ നമ്മൾ എപ്പോഴും പറയും, ഈ കാലഹരണപ്പെട്ടിട്ടുള്ള ഈ നിയമങ്ങൾ അത് പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം കൃത്യങ്ങൾക്ക്, ഇത്തരം കുറ്റകൃത്യങ്ങളെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വയസ്സിലും താഴെയാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവർക്ക് ജാമ്യം കിട്ടാനുള്ള അവസ്ഥയുണ്ട്. ജുവനൈൽ ഹോമിലേക്ക് അയക്കുന്നു, കൃത്യമായ ഒരു ശിക്ഷ കിട്ടുന്നില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധി ഉറച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ഇപ്പോഴാണ് അവന് മാനസാന്തരം വന്നത്, അന്ന് കൊച്ചുകുട്ടിയായിരുന്നു പറഞ്ഞ് ഇവനെ പുറത്തേക്ക് ഇറക്കുക ചെയ്യുന്നത്.
വീണ്ടും ഈ ഒരു മൂത്ത ക്രിമിനലായിട്ടാണ് ജുവനൈൽ ഹോമിൽ നിന്നും മറ്റൊന്നും പുറത്തിറങ്ങുന്നത്. ഇതൊക്കെ ഏറ്റവും വലിയ സമൂഹത്തിന് തെറ്റ് തന്നെയാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്രൂരതകൾ ചെയ്യുമ്പോഴും ഇത് പാർട്ടി നോക്കിക്കോളും, അല്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് കയ്യിൽ പണമുണ്ടെങ്കിൽ ജാമ്യം എടുക്കാം, ഈ തോന്നലാണ് അവസാനിക്കേണ്ടത്. എന്താണോ ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അത് നോക്കിയിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇനി മുതൽ ഇവിടെ വേണ്ടത്. അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് മാത്രമല്ല, ഈ SFI കാരനാണ് എന്നുള്ളത് കൊണ്ട് സർവകലാശാലകളിലെല്ലാം ക്ലാസ്സിൽ കയറണ്ട, അറ്റൻഡൻസ് വേണ്ട, പരീക്ഷ എഴുതണ്ട, സുഖമാണ്. SFI കാരനായതുകൊണ്ട് ഇതെല്ലാം ചുളുവിൽ അങ്ങ് കിട്ടും. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടെങ്കിൽ ഇവർക്ക് കൂട്ടുനിൽക്കുന്ന കോളേജ് അധികൃതർ അതാണ് എനിക്ക് അവർ ഭയന്നിട്ടാണ്. ഒരു കാരണം ഈ SFI കാരെ ഭയമാണ് ഒട്ടുമിക്ക കോളേജുകളിലെയും. പ്രധാന വേറൊരു കാര്യം, ഇപ്പൊ 10ാം ക്ലാസ്സിൽ ഇപ്പൊ നമ്മുടെ ഒന്നും കാലത്തുണ്ടായിരുന്ന പോലെയല്ല, ഫുൾ പാസ് ആണ്. അവർക്ക് ഈ പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനമില്ല, എല്ലാവരും ജയിക്കാനാണ്. ഫുൾ മാർക്ക് കൊടുത്തു വിടുന്നതിൽ ഏറ്റവും വലിയൊരു ദൂഷ്യവശം, നമ്മള് വലിയൊരു അപകടമാണ്. അതായത് അർഹതപ്പെട്ട പിള്ളേർക്ക് സീറ്റ് കിട്ടുന്നില്ല. ഇല്ല. എന്നിട്ട് അപ്പൊ അതില് ഇപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ ഒരു വിഭാഗം മിടുക്കരായ കുട്ടികൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോവും. ഇതിലൊന്നും സീറ്റ് കിട്ടാതെ, കോളേജുകളിൽ സീറ്റ് കിട്ടാതെ കുറച്ച് വിഭാഗമാണ് ഈ മറ്റ് ജനറൽ കോളേജുകളിലേക്ക് പോകുന്നത്. ഈ പോയി കഴിഞ്ഞാൽ ഉടനെ ഇനി എങ്ങനെ പഠിക്കാതിരിക്കാമെന്നാണ് ഈ കുട്ടികളുടെ മനസ്സിൽ. ഉടനെ SFIയിൽ ചേരുക. SFIയിൽ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബാനറിലായി കഴിഞ്ഞാൽ പിന്നെ ആരെയും പേടിക്കണ്ട. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോ വിദ്യാർത്ഥികളുടെ കാര്യമല്ല, പത്തനംതിട്ടയിൽ ഒരു കൂട്ടം ഗുണ്ടകൾ CPM-ൽ അംഗത്വം എടുത്തു. അവര് അംഗത്വം എടുത്തപ്പോഴത്തേക്ക് ഈ ഗുണ്ടകൾ അവര് തന്നെ പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ BJP-കാരായിരുന്നു, ഞങ്ങൾ അവിടെ അതിൽ നിന്ന് മാറി ഞങ്ങൾ CPM-ൽ ചേർന്നു, ഒരുപാട് ക്രിമിനൽ കേസുകൾ ഞങ്ങൾക്കെതിരെ ഉണ്ട്, ഇനിയിപ്പോൾ പാർട്ടിയിൽ ചേർന്നത് കൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള ആ ക്രിമിനൽ കേസുകളെല്ലാം തേച്ചു മാച്ച് കളഞ്ഞു. അപ്പൊ ആ ഒരു ധൈര്യമാണ് ഇവർക്കുള്ളത് എന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ഈ ഒരു പാർട്ടിയെ കുറ്റം പറയുന്നതല്ല, എന്ന് വെച്ചാൽ ഒരു ശരിയാണ്, നമ്മൾ CPM എന്ന പാർട്ടി ഇവിടെ ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പാർട്ടിയാണ്. ആ പറയുന്ന പോലെ തന്നെ ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള. അതുപോലെ തന്നെയാണ് നമ്മൾ കോൺഗ്രസിന്റെ കാര്യം എടുത്താൽ, കേരളമാകാൻ ഇവരൊക്കെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ പറയിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെയൊക്കെ ഈ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന പ്രസ്ഥാനങ്ങൾ കടന്നു പോകുന്നത്. എന്തെങ്കിലും DYFIയുടെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും DYFIക്കെതിരെ ഒരു വിമർശനം വന്നാൽ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നതാണ്. പൊതിച്ചോറ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരമുണ്ട് എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ വിദ്യാർത്ഥി സംഘടനകൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആരാണ്? ക്രിമിനൽ കേസിൽ പ്രതിയാണ്, 40ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആർഷോ വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു നഴ്സിംഗ് കോളേജിലെ വിഷയത്തില്. അവർ ഞങ്ങളുടെ ആൾക്കാരല്ല, അത് SFIയുടെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യവട്ടത്ത് നടന്ന വിഷയത്തിൽ ഇവരാരും പ്രതികരിച്ചിട്ടില്ലല്ലോ ഇതുവരെ. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? കാര്യവട്ടത്ത് ആ കുട്ടിയെ മർദ്ദിച്ചവരിൽ എല്ലാവരും SFIക്കാരാണ്. അവരുടെ ഇടിമുറിയിൽ കൊണ്ടുപോയിട്ടാണ് മർദ്ദിക്കുന്നത്. പേരുകള് പ്രിൻസ്, അനന്തൻ, വേലു, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ, ഇവരെല്ലാവരും തന്നെ ആണ് റാഗിംഗ് നടത്തിയത് എന്ന് CCTV ദൃശ്യങ്ങളുണ്ട്, മൊഴികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു SFIക്കാരും എതിർക്കാൻ വന്നില്ലല്ലോ. ഒന്ന് ഓർത്തു നോക്കി, സർവകലാശാലകളിൽ ഇടിമുറികൾ എന്ത് കാര്യത്തിനാണത്? അതൊക്കെ പൊളിച്ചു കളയണ്ട. അതായത് ഇവർക്കെതിരെ ഈ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഏത് പാർട്ടിയിലെ ഏത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, ക്രിമിനൽ സ്വഭാവമുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഈ വിഷയത്തിൽ ഗവർണർ വ്യക്തമായ നിലപാട് സ്വീകരിക്കണം. രാഷ്ട്രീയം കളിക്കാനുള്ള കോളേജുകളിലെ പ്രിൻസിപ്പൽ എന്തിനാ? പ്രിൻസിപ്പലിനും അധ്യാപകർക്കുമൊക്കെ ഒന്ന് ഭയമാണ്, മറ്റൊന്ന് ഇവരെ നമ്പി നിന്നു കഴിഞ്ഞാൽ മറ്റധികാര കസേരകൾ കിട്ടും എന്നുള്ള ഒരു കണ്ടില്ലേ. കണ്ണൂർ സർവകലാശാലയിൽ VC-ക്ക് നിയമനം കൊടുത്തത് പിണറായി വിജയന്റെ അടുത്ത അനുയായിക്കാണ് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം കൊടുത്തത്. അന്ന് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ആ ഫയലിൽ ഒപ്പിട്ടത്. പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു എനിക്ക് അത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം പാർട്ടി തീരുമാനിക്കും,
ആ ഒരു ചില കാര്യങ്ങളിൽ അതൊരു പക്ഷേ പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ്. അതാണ് ഇത്തരം ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരുന്നത്. കട്ടാലും കൊന്നാലും ഒന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ. അതായത് കലാലയങ്ങളിൽ എന്തും ചെയ്യാം, ഞങ്ങളെ ആരും തടയാനില്ല, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യാനില്ല. പോലീസ് പോലും കാലിക്കറ്റിലെ കോളേജിൽ അവിടെ യുവജനോത്സവം നടക്കുന്ന സമയത്ത് SFIയും KSUവും കൂടെ അടി നടന്നു. പോലീസ് മാറി നിന്ന് നോക്കുക. അപ്പൊ അത്രത്തോളം ഈ പോലീസുകാർക്കും ഭയമാണ്. പോലീസുകാരെയും തെരുവിലിട്ട് തല്ലിയ ചരിത്രം ഉണ്ടല്ലോ SFIക്കാർക്ക്. പിന്നെ കാര്യമുണ്ട്, ഈ സംഘടനകളെ പറഞ്ഞിട്ട് കാര്യമില്ല. DYFIയും SFIയും ഒക്കെ ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ എടുത്ത് KSUക്കാരെ തല്ലുമ്പോ മുഖ്യമന്ത്രി അത് രക്ഷിക്കൽ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. സംഭവം പോലീസുകാർക്കും ഇതിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. കാരണം ഇവരിടപെട്ടിട്ട് ഒന്നുകിൽ SFI നേതാവിനോ അല്ലെങ്കിൽ ഒരു KSU നേതാവിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലെ നേതാവിനോ ലാത്തിയടി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ തൊപ്പി തെറിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവർക്കും അവരുടെ കർത്തവ്യം നിർവഹിക്കാനുള്ള സമയം അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഇപ്പൊ എവിടെയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ SFIയെ കൊണ്ട് മടുത്തിട്ടുണ്ട് സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ ഈ ഇതിലൊന്നും പെടാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളെ സമരത്തിന് വലിച്ചിറക്കി കൊണ്ടുപോവുക. ഇതൊക്കെയാണ് ഈ സർവകലാശാലയിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പം ഇതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ലോ കോളേജുകളുണ്ട്. തിരുവനന്തപുരത്ത് ലോ കോളേജിൽ തന്നെ കോളേജ് രാഷ്ട്രീയം ഉള്ള ഒരു ലോ കോളേജുമുണ്ട്, കോളേജ് രാഷ്ട്രീയം ഇല്ലാത്ത ലോ കോളേജുമുണ്ട്. ഇല്ലാത്ത ലോ കോളേജിലെ കുട്ടികൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അവർക്കിപ്പോ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അവരും ഡിഗ്രി എടുത്ത് പുറത്തു വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ ഈ രാഷ്ട്രീയമുള്ള കോളേജിൽ എന്നും പ്രശ്നങ്ങളും ബഹളങ്ങളും പേടിയാണ് അവിടെ. അപ്പൊ എന്തിനാണ് കോളേജിൽ രാഷ്ട്രീയം? ഇതാണ് ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം. ഇവിടെ കേരള സർവകലാശാലയിൽ ഈ SFIയും KSUവും തമ്മിൽ അടി നടക്കുന്ന സമയത്ത് പോലീസിന് പോലും അവിടെ പോയി നിൽക്കാൻ ഭയമാണ്. എടുത്തെറിയുന്നത് ബിയർ കുപ്പി, കല്ല്, കുപ്പിച്ചില്ലി, ഇതൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നത്. അവസാനിപ്പിക്കേണ്ടത് കോളേജ് രാഷ്ട്രീയമാണ്. ഇപ്പൊ രാഷ്ട്രീയം രാഷ്ട്രീയം വേണ്ട എന്ന് നമ്മൾ പറയരുത്. കാരണം രാഷ്ട്രീയം നമുക്ക് ആവശ്യമാണ്. നമുക്ക് എത്ര രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്ന ഒരാൾക്കും രാഷ്ട്രീയം അത് ഈ അക്രമ രാഷ്ട്രീയമായി മാറുന്നതാണ്. കലാലയങ്ങളിൽ നമുക്ക് അധികാരങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും ഒക്കെ നമുക്ക് സംസാരിക്കാനും അതിനുവേണ്ടി പ്രതിഷേധങ്ങൾ നടത്താനും ഒക്കെ എല്ലാവരും ആവശ്യമാണ്. പക്ഷേ അതിന്റെ ഉപരിപ്ലവമായ കാര്യം മാത്രമാണ് പ്രശോഭ പറയുന്നത്. അല്ല, നമ്മൾ അരാഷ്ട്രീയരായിട്ട് ഈ രാഷ്ട്രീയ ചിന്ത ഇപ്പൊ പറയും ലോ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റു കോളേജുകളിലോ രാഷ്ട്രീയം ഇല്ലാത്ത കോളേജിൽ പഠിച്ച ആൾക്കാർക്കും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അവർക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷെ പഠിപ്പിനെ നിർത്തുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയം, ഇത്തരം തരത്തിലുള്ള ഒരു അക്രമ രാഷ്ട്രീയം, അതിന്റെ ആവശ്യം എന്താണ്? അക്രമ രാഷ്ട്രീയം ആവശ്യമില്ല. പക്ഷെ നമ്മൾ അരാഷ്ട്രീയരായി വളരാനും പാടില്ല. അത് നമ്മള് സാമൂഹിക ജീവികളാണ്. നമുക്ക് എല്ലാം നമ്മളുടെ പഴയ ചരിത്രം തന്നെ എടുത്താൽ നമ്മൾ വിപ്ലവങ്ങളിലൂടെ തന്നെയാണ് പലതും നേടിയെടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും ഒക്കെ പഠിക്കാൻ പോലും നമ്മൾ സമരം നടത്തിയാണ് അവകാശം പോലും നേടിയത്. പക്ഷെ ഇപ്പോൾ ആ രാഷ്ട്രീയം അവകാശങ്ങൾ അവർക്ക് മറ്റൊരാളുടെ ദേഹത്ത് എന്തും ചെയ്യാനുള്ള അവകാശമായിട്ടാണ് മാറിയിരിക്കുന്നത്. അത് വേണ്ട എന്നാണ് പറയുന്നത്. അക്രമ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ ഒരിക്കലും തയ്യാറല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം നമുക്ക് ആവശ്യവുമില്ല. പക്ഷേ നമ്മളെപ്പോഴും പറയും കലാലയങ്ങളിൽ ഒരു നല്ല നാളെ പുലരട്ടെ എന്ന് പറയും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭയമാണ്. വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർക്ക് പോലും മക്കളെ പഠിക്കാൻ വിടാൻ ഭയമുള്ള ഒരു കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സിദ്ധാർത്ഥന്റെ ജീവൻ പൊലിഞ്ഞു, അത് തിരികെ കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ആ അമ്മയ്ക്കും അച്ഛനുമാണ് നഷ്ടമുണ്ടായത്. അഭിമന്യു, എല്ലായ്പ്പോഴും നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ വിപ്ലവം പറയുമ്പോൾ SFIക്കാരും DYFIയും ഒക്കെ ചോര തിളച്ചുകൊണ്ട് പറയുന്ന പേരാണ് അഭിമന്യു. ആർക്കാണ് നഷ്ടപ്പെട്ടത്? ആ അമ്മയ്ക്കാണ് നഷ്ടപ്പെട്ടത്. കോട്ടയത്തും ഇതുപോലെ ആ ഒരു ജീവൻ രക്ഷപ്പെടാൻ കാരണം അമൽ എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ വിളിച്ച് അമ്മയോട് അഭിമന്യുവിനെ ചതിക്കുന്നത് വീണ്ടും വീണ്ടും പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നതും ഈ പാർട്ടി തന്നെയാണ്. അതിനോടൊന്നും ഒരു കാലത്തും യോജിക്കാൻ കഴിയില്ല. ഇപ്പൊ എന്തായാലും കാര്യവട്ടത്ത് നടന്നത് ദാരുണമായ സംഭവമാണ്. നമ്മൾ ഇന്ന് ഈ നിമിഷവും പറയുകയാണ് ഇനിയും ഇതുപോലെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ അതൊരു എങ്കിലും ആശങ്കയാണ്. വീണ്ടും ഇതുപോലെ ഒരു സംഭവം കേൾക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും കേൾക്കേണ്ടി വരുമെന്നുള്ള ദുഃഖസത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല.
ക്രിമിനലുകൾക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ള ഒരു അധികാരം അത് ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കൊടുത്തിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും നിലകൊള്ളുന്നതായി ഈ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.